Magic morning. ഓക്കെ, എല്ലാവരും Magic morning. കംപ്ലീറ്റ് സെഷൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്കിന്ന് സെഷൻ എടുക്കുന്ന കേട്ടോ. എല്ലാവരും പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ദിസ് ഈസ് മൈ ഫെയ്ത്ത് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി റസാഖ് സാർ ഇൻവൈറ്റ് ചെയ്യാൻ റസാഖ് പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. മാജിക് മോർണിംഗ്, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കി കാണട്ടെ. എങ്ങനുണ്ട്? ഞാനില്ലേ ക്യാമറ ഓൺ ആക്കാൻ? രണ്ടും വീഡിയോ ഓൺ ആക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷിജമേമിന്റെ നാട്ടില് കുളമുണ്ട്. കുളം അതായത് തടാകം, കുളം, പുഴ, അങ്ങനെ വെള്ളം, ശുദ്ധജലം കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചത്. കേൾക്കുന്നില്ല, നിങ്ങൾ മ്യൂട്ടാണ്. കുളം പുഴയൊക്കെ ഉണ്ട് സാറേ, ഉണ്ട്. കുളം, കിണറ് സ്വിമ്മിങ് അറിയോ? അറിയാം. തൊട്ടടുത്ത് പുഴ അല്ലെങ്കിൽ നദി, എന്തെങ്കിലും കുളങ്ങളോ ഒക്കെ ഉണ്ടായിട്ടും സ്വിമ്മിങ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്ത്. നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് ഒരു നദിയുണ്ട്, അല്ലെങ്കിൽ തടാകമുണ്ട്, കുളമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയില്ല. രഞ്ജിത് സാറിന് അറിയില്ല, അനു, ബീന മാമിന് അറിയില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തതെന്ന്? തൊട്ടടുത്ത് ഒരു ജലാശയം ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് സ്വിമ്മിങ് പഠിച്ചില്ല എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോ അന്ന് സ്വിമ്മിങ് പഠിക്കാത്തതില് ഇന്ന് നിങ്ങൾക്ക് ദുഃഖമുണ്ടോ? അന്ന് ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാൻ പോയിരുന്ന കാലത്ത് നിങ്ങൾക്ക് സ്വിമ്മിങ് പഠിക്കാമായിരുന്നു. പക്ഷെ അന്ന് അത് ഞാൻ ചെയ്തില്ല എന്നത് കൊണ്ട് ഇന്ന് ദുഃഖമുണ്ടോ? തീർച്ചയായിട്ടും. സാർ ഞാൻ പറയട്ടെ മേഘ. ആ, സാർ, ഞങ്ങളുടെ വീട്ടിലെ പണ്ട് കൊച്ചിലെ കുളത്തിലെ പുഴയിലാ കുളിക്കാൻ കൊണ്ടുപോകാറുള്ളത്. പക്ഷെ കരയിലിരുന്നോളണം, വെള്ളത്തിലോട്ട് ഇറങ്ങാൻ അമ്മ അനുവദിച്ചിരുന്നില്ല. അമ്മ എല്ലാം നനച്ചു കഴിഞ്ഞിട്ട് കൈ പിടിച്ച് കൊണ്ടുപോയി മുക്കി കയറ്റും. അന്നൊക്കെ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് നീന്തണമെന്ന്. സമ്മതിക്കില്ല, അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നീന്തണ്ട. അപ്പൊ ഒരു തരം അവരുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു നീന്തൽ പഠിക്കാൻ, പക്ഷെ വെള്ളത്തിലോട്ട് വിടില്ല. അങ്ങനെ ഒരു കാർക്കശ്യം ആയതുകൊണ്ട് പിന്നെ ഇറങ്ങില്ല. പിന്നെ പല കഥകൾ പറയും, പുഴയിൽ മുങ്ങി മരിച്ചവരുടെ, മുങ്ങി താന്നവരുടെ ഒക്കെ. അതുകൊണ്ട് പേടിച്ച് അങ്ങനെ നീന്തലേ പറ്റിയിട്ടില്ല. അന്ന് അവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളത്തിലെടുത്ത് ചാടിയത് തന്നെ. പക്ഷെ വീട്ടുകാർ അനുവദിച്ചില്ല. പിന്നെ പഠിക്കാനില്ല. പിന്നെ കുറച്ച് വളർന്നപ്പോ പിന്നെ പുഴയിൽ കൊണ്ടുപോയില്ല. അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അതായത് ഡു ഇറ്റ് നോ, നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? അതിനെ കുറിച്ച് ദുഃഖിക്കണോ, അതോ ചാൻസ് കിട്ടിയാൽ നീന്തി പഠിക്കണോ? ചാൻസ് എന്ത് കിട്ടിയാൽ ചെയ്യണം മനസ്സിലാ? ഇപ്പൊ ഒരു ചാൻസ് കിട്ടുകയാണ്. ഇപ്പോ എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് കുളങ്ങൾ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേരളത്തില്.
നിങ്ങളെ നാട്ടിലില്ലെങ്കിൽ അത് നിങ്ങളെ രാഷ്ട്രീയ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഉടനെ ഉണ്ടാക്കും വേണം. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓരോ പഞ്ചായത്തിലും ഒരു കുളം നിർബന്ധമാണ് കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കാനായിട്ട്. ഇല്ലെങ്കിൽ സ്കൂളിൽ ഉണ്ടാക്കിക്കൊള്ളണം സ്വിമ്മിങ് പൂള്. നമ്മൾ LP സ്കൂളിലൊക്കെ ഇപ്പൊ സ്വിമ്മിങ് പൂളാണ് ഞങ്ങളുടെ നാട്ടില്. LP സ്കൂളിൽ നിങ്ങളെ കുട്ടികളൊക്കെ അവിടുന്ന് വെട്ടിയിട്ട് ഞങ്ങളെ LP സ്കൂളിൽ ചേർത്തോളി സ്വിമ്മിങ് പഠിക്കാൻ. ഇവിടെയുണ്ട് സ്കൂളില്. അപ്പൊ ഞാൻ ആ. പതുക്കെ ഇറങ്ങിയപ്പോ അവിടെ പഠിപ്പിക്കാൻ വന്ന ആള് പറയും, ഇത് കുട്ടിയൊക്കെ ഉള്ളതാ, മുതിർന്നവർക്കുള്ളതല്ല, നിങ്ങളൊക്കെ കേറിപ്പോയെന്ന്. ഞാൻ കേറിപ്പോ. അത് അത് പറ്റില്ല. സ്കൂളിലെ സ്വിമ്മിങ് പൂളില് നിങ്ങൾക്ക് പറ്റില്ല, അത് കുട്ടികൾക്കുള്ളതാണ്. നേരെ മറിച്ച് പഞ്ചായത്തിന്റെ ഉണ്ട്. പഞ്ചായത്തിന് നമ്മളെ പഞ്ചായത്തിലുകളൊക്കെ ഒരു കുളമുണ്ട്. അപ്പൊ അതില് ചെയ്യാം, അതില് നീന്തി പഠിക്കാം, പ്രശ്നമില്ല. വലിയൊരു ആയം ഉണ്ടാവില്ല, എന്നാലും ചെറിയ തോതിലൊക്കെ സ്വിമ്മിങ് പഠിക്കാൻ പറ്റിയ കുളം തന്നെയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ ബ്രെയിനിൽ കൊത്തിവെച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, ഇല്ലേ? രാത്രി സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ഉറക്കെ സംസാരിക്കാൻ പാടില്ല. ഈ ഒരു നിയമം കൊണ്ടല്ലേ നമ്മൾ ഇന്നും ക്യാമറ ഓൺ ആക്കാതിരിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകളുണ്ട് ഇവിടെ, 10-16 ആളുകളുണ്ട്, അല്ലേ? ആ കൂട്ടം ആളുകളുടെ ഇടയിൽ നമ്മൾ കയറി ഇടപെടരുത് എന്ന നിയമം നമ്മളെ തലയിൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് എപ്പോഴും ക്യാമറ ഓൺ ആക്കാത്തത് പലരും. പിന്നെ ചില ആളുകൾക്ക് ജോലി തിരക്കുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അവരല്ല ബാക്കി പലരും. അതേപോലെ തന്നെ നമ്മൾ ഫീഡ്ബാക്ക് പറയാൻ മടിക്കുന്നത് എന്താണ്? ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല എന്ന നിയമം നമ്മുടെ തലയിലുണ്ടത് കൊണ്ടാണ്. കഴിഞ്ഞു പോയ ആ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നും വേവലാതിപ്പെടുന്നു എന്നുള്ളത് സത്യമല്ലേ? അന്ന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താ, ഞാനും മണിസാറൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തോരം നല്ല കുട്ടികളെ കണ്ടിരുന്നു. പക്ഷെ അന്നൊന്ന് സെറ്റാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖമുള്ള പരിപാടിയാണ്. ഇന്ന് ദുഃഖിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വേറെ ഒന്ന് സെറ്റാക്കാൻ കഴിയുമോ നോക്കുക, അല്ലേ? അതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് എന്ത് പ്രയോജനമുണ്ട്? അന്നങ്ങനെ ഇപ്പോഴും ചെയ്യാൻ ആപ്പൊക്കെ കഴിഞ്ഞില്ല. ഉണ്ട് സാറേ. പറയൂ. ഇപ്പോഴും ആപ്പൊക്കെ ഉണ്ട് സെറ്റ് ആക്കാനായിട്ട്. ഒരുപാട് ആപ്പൊക്കെ ഉണ്ട്. അതെ, അതെ. ആ, അതൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആപ്പുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അത് അവരുടെ ഒരു സുരക്ഷിത വലയാണ് കേട്ടോ. അവരെ കുറ്റം പറയണ്ട, അവരെ കുറ്റം പറയല്ല. നമ്മൾ ഒരാളെയും കുറ്റം പറയുന്ന ആളുകളും അല്ല. പിന്നെ അവരുടെ ഒരു സുരക്ഷാ വലയമാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി പോകരുത് എന്നുള്ളത്. കാരണം അവര് കാണാതെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിപ്പോയാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നൊക്കെ അവർ ചിന്തിച്ചത് കൊണ്ടാണ് ആ സുരക്ഷാ വലയം അവിടെ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അത് ഇന്ന് ചെയ്യണം. ആ പഴയതിനൊക്കെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് മാറ്റി എഴുതപ്പെടണം. ഇപ്പോ ഒരാൾക്ക് രാത്രി ഇറങ്ങി നടക്കാന് പേടിയാണ്. എന്തുകൊണ്ടായിരിക്കും പേടി? പല പേടികളുണ്ട്, ഇല്ലേ? രാത്രി ഇറങ്ങി നടക്കാനുള്ള പേടികളിൽ ഒരു കാരണം ആരെങ്കിലും എന്നെ ആക്രമിക്കുമോ എന്ന ഭയം ആണ് ഒന്ന്.
രണ്ടാമത്തെ വിഷയം, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയോ എന്ന് പേടിച്ചിട്ടാണ്. അല്ലേ? ഇവരെന്താ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാൻ കാരണം? അല്ലെങ്കിൽ രാത്രി ഇറങ്ങി നടക്കുന്ന ആൾ അത്ര ശരിയല്ല എന്ന് മറ്റുള്ളവർ ചിന്തിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ മണിസാർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. മണിസാർ ചിന്തിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ ചിന്തിക്കും. ഇതല്ലേ സത്യം? അല്ലേ? ഇതിപ്പോ എങ്ങനെ ഒഴിവാക്കുക? അല്ലെങ്കിൽ പിന്നെ മറ്റൊരു കാരണമുണ്ട്, പ്രേതം വരും. പ്രേതത്തെ കണ്ടേക്കാം രാത്രി, അങ്ങനെ ഒരു പേടിയുണ്ട്. ജീവികളുടെ അക്രമം പേടിച്ചിട്ട് പുറത്തിറങ്ങാത്തവരുണ്ട്. ഇങ്ങനെ പല ജാതി പേടികളുണ്ട്, ഇല്ലേ? നമുക്ക് ഇതിനെ എങ്ങനെ ഓവർടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ നമ്മളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും? ആ ഭയം ആർക്കെങ്കിലും ഒരു എന്തായാലും പറയാം, ഒരു കാരണം പറയോ, അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പറയോ? എങ്ങനെയാ പേടി ഒഴിവാക്കാം? ഒന്നാമത്തെ പറയൂ. ഫേസ് ചെയ്യാം. ബെസ്റ്റ്. പക്ഷെ ഫേസ് ചെയ്യൂല. അപ്പൊ രാത്രി ഇറങ്ങി നടക്കാൻ പേടിയുള്ള ആള് തന്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി പുറത്തിറങ്ങാം. എന്തെങ്കിലും ജീവികൾ ആക്രമിക്കും എന്ന പേടിയുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒരു വടിയുമായി ഇറങ്ങിയാൽ മതി, പിന്നെ പേടിക്കൂല, പിന്നെ വടിന്റെ ആവശ്യം വരില്ല. 1-2 ദിവസം ഇറങ്ങിയാൽ പിന്നെ ആവശ്യം വരില്ല. ഇപ്പൊ നമ്മളൊക്കെ രാത്രി ഇറങ്ങേണ്ട വടി ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. നമ്മൾ രാത്രി വടിയുമായി ഇറങ്ങിയാൽ ആയിരിക്കും ചിലപ്പോൾ പ്രശ്നം. മനുഷ്യർ ഇങ്ങനെ രാത്രി ഒരു വടിയേറ്റൊക്കെ ഇങ്ങനെ അങ്ങാടി കൂടെ അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാവും. അല്ലേ? എന്തപ്പോ ഇയാള് ഒരു വടിയൊക്കെ ആയിട്ട് നടക്കണം, ആരെങ്കിലും ആക്രമിക്കാനുള്ള ഒരു പരിപാടിയാണോ എന്ന് ചിന്തിച്ചു പോയില്ല. അപ്പോ വടിയുമായി 2 ദിവസം നടന്നാൽ മതി, പിന്നെ ആ പേടി ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാരണം അഫർമേഷൻ എഴുതുക എന്നുള്ളതാണ്. എനിക്ക് എന്താണ് എഴുതുക? എനിക്ക് പേടി മാറും, അല്ലെ? പേടി ഇല്ലാതാവുന്നതാണ് എഴുതല്? അല്ല. എന്താണ് അഫർമേഷൻ ചെയ്ത പുസ്തകക്കാർ? എന്താണ് അഫർമേഷൻ? പേടി മാറാൻ വേണ്ടി എങ്ങനെ അഫർമേഷൻ ചെയ്യാം? ഭയം ഇല്ലാതാകാൻ എങ്ങനെ അഫർമേഷൻ ചെയ്യും? എന്റെ ഭയം ഇല്ലാതാകുന്നു എന്നാണോ ഇതിൻ്റെത്? ഞാൻ ധൈര്യവാനാണ്. ഞാൻ നല്ല ധൈര്യശാലിയാണ്. ഞാൻ ധൈര്യമുള്ള ആളാണ്. ധൈര്യമുള്ള ആളായ പിന്നെ പേടി ഉണ്ടാവും? ഉണ്ടാവില്ല. ധീരനാണ് എന്നൊക്കെയാണ് എഴുതിക്കൂടെ. അത് എഴുതുകയും വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങാം. ശരിക്കും ജീവികൾ നമ്മളെ ആക്രമിക്കുമോ? ഇനി അതും വേണമല്ലോ എന്ന് അറിയാം. ജീവികൾ നമ്മളെ ആക്രമിക്കുമോ? ഒരു വിധം കോലുണ്ടെങ്കിൽ നമ്മൾ ആക്രമിക്കൂല. അത് മനസ്സിലാക്കണം. ഒരു വിധം കോലമുണ്ടെങ്കിൽ അവർ നമ്മളെ ആക്രമിക്കില്ല. അവർ ആക്രമിക്കുന്നത് എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? കാട്ടുജീവികളെ നേരിൽ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനും നല്ല ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. കരടി അതുപോലുള്ള ജീവികളെ കാട്ടിൽ വെച്ച് തന്നെ കണ്ടിട്ടുണ്ട്. ആന ഒക്കെ, കാട്ടാന ഒന്നും ചെയ്യൂല. അവർ ചെയ്യും എപ്പോഴാണ് ആക്രമിക്കുക? നമ്മൾ ഭയപ്പെടുമ്പോ. യെസ്, കറക്റ്റാണ്. അതൊരു ഹോർമോണാണ്. നിങ്ങൾക്കറിയോ? നമ്മൾ ഭയപ്പെട്ടാൽ അവർക്ക് അത് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ആക്രമിക്കും. നമ്മൾ ധൈര്യമായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എത്ര വലിയ ഭീകര ജീവിയാണെങ്കിലും
കാട്ടിന്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നാൽ ഒരൊറ്റ ജീവിക്കും നമ്മളെ ആക്രമിക്കാൻ സാധ്യമല്ല. നമ്മൾ ഭയപ്പെട്ടാൽ ഒരു പട്ടി പോലും നമ്മളെ കടിച്ചു തൂക്കി എറിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നായകള് കുട്ടികളെ പിന്നാലെ ഓടും, എന്നാ വലിയവരെ പിന്നാലെ ഓടൂല. അതെന്താ? അവർക്ക് പേടിയാണ്. കുട്ടികൾ ഭയപ്പെട്ട് ഓടുമ്പോ അവരെ പിന്നാലെ ഓടും, പക്ഷെ നമ്മളെ പിന്നാലെ ഓടില്ല. അപ്പൊ അവർക്കറിയാം ഈ ഹോർമോൺ ഡിസോർഡർ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടിപ്പോ? പരിഹാരമാണല്ലോ ഇതിന്. ധൈര്യമായിട്ട് നിൽക്കപ്പോ എന്താ ചെയ്യാ? ആ കഴിഞ്ഞു പോയ കാലത്തിനെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒഴിവാക്കണത്. നായയുണ്ട്, സൂക്ഷിക്കുക. ഈ വേർഡ് പല സ്ഥലത്തും കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ സൂക്ഷിക്കണം എന്ന ആ വാക്ക് തന്നെയാണ് നമ്മളെ ബ്രെയിനിലുള്ളത്. സൂക്ഷിക്കണം കേട്ടോ, പക്ഷെ ഭയപ്പെടരുത്. ഈ ഭയം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നല്ല അഫർമേഷൻ നൽകി, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെ ട്യൂൺ ചെയ്ത് മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് സ്വന്തം കഴിയില്ലെങ്കിൽ അത് കഴിയുന്ന വ്യക്തികളുണ്ട്, അവരെ കൂടെ ചെന്നിട്ട് തെറാപ്പി ചെയ്യാം. NLP ഒക്കെ ചെയ്താൽ തന്നെ ഇത് പോകും. അപ്പോ ഈ സംഭവം നമ്മളിൽ നിന്ന് എടുത്തു ഒഴിവാക്കണം. നമ്മൾ അത് ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്നെ അന്ന് അവര് ഒരു ചാൻസ് ഉണ്ടായിട്ട് ഞാനത് ചെയ്തില്ല, എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ആ അവസരം ഞാൻ ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പൊ ദുഃഖിച്ചിരുന്നാൽ ഇപ്പൊ ഉള്ളതും ഇല്ലാതോ, നിലവിലുള്ളതും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും എന്നല്ലാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമുക്ക് നേടാൻ കഴിയണമെങ്കിൽ ആ പഴയ ഇതിനെ ഒഴിവാക്കിയിട്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ എന്താണ് ചെയ്യുക, അതല്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടായാൽ മതി. ഐഡിയ കിട്ടിയോ? ഇത് പല ആളുകളും ഈ പ്രശ്നം നേരിടുന്നുണ്ട്. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഒരുപാട് ആളുകൾ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. കാരണം ഒരു സംഘം ആളുകളെ നമ്മൾ എടുക്കുമ്പോൾ, ഒരു 100 ആളുകളെ എടുക്കുമ്പോൾ അതിൽ ഏകദേശം 80 പേരും എന്താണ് അറിയോ, ഇന്ന് ടെൻഷൻ അടിക്കുന്ന ഇന്ന് ടെൻഷൻ അടിക്കാനുള്ള പ്രധാന ഞാൻ അന്ന് അത് ചെയ്തില്ല എന്നൊരൊറ്റ കാരണമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞു പോയ അന്ന് അവർ എന്നോട് എങ്ങനെ പറഞ്ഞില്ലേ, അന്ന് അവർ എന്നോട് എങ്ങനെ ചെയ്തില്ലേ, അതിപ്പോ എന്താ ചെയ്യാം? അത് കഴിഞ്ഞു പോയില്ലേ? അത് കഴിഞ്ഞു പോയില്ലേ? ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വലിയ പ്രയോജനമുണ്ട് അല്ലേ? നമ്മൾ നല്ല ജോലി എടുക്കാൻ കഴിയുന്ന കാലത്ത്, പ്രസരിപ്പുള്ള കാലത്ത് കോടാനിക്കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ഞാനിപ്പോ ചിന്തിച്ചിട്ട് വലിയ പ്രയോജനമുണ്ട്. ഇന്നിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതല്ലേ നോക്കേണ്ടത്. ഇന്നിപ്പോ എനിക്ക് എന്താ ചെയ്യാൻ കഴിയാം? എനിക്ക് ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചെയ്യാതെ നമ്മൾ അതിനെ ടെൻഷൻ അടിച്ച് ഇരുന്നാൽ ഇന്ന് ചെയ്യാനുള്ളതും പെൻഡിങ് ആയി പോകും. അപ്പൊ നാളെ എന്തായിരിക്കും സ്ഥിതി? വരാനിരിക്കുന്ന നാളെ എന്തായിരിക്കും സ്ഥിതി? ഇന്നത്തെ കാര്യം ചിന്തിച്ചിട്ട് നാളെയും ടെൻഷനായിരിക്കും അല്ലേ? ഇന്നത്തെ കാര്യം ചിന്തിച്ചിട്ട് നാളെ ടെൻഷൻ അടിക്കണോ, അത് നാളത്തെ ആ ടെൻഷൻ ഒഴിവാക്കി ഇന്ന് ജീവിക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കും. പല കാരണങ്ങളും അങ്ങനെ തന്നെയാണ്.
ആളുകളുടെ ഇടയിൽ സംസാരിക്കാനുള്ള ഭയം, അല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കാനുള്ള ഭയം. ആളുകൾ എന്നെ കാണുമോ, കണ്ടാൽ അവരെന്ത് വിചാരിക്കും, ഞാൻ സംസാരിച്ചാൽ അത് തെറ്റിപ്പോകുമോ, ഞാൻ സംസാരിച്ചാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ എന്നൊക്കെ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു വേദിയിൽ കയറി ചെല്ലാൻ മടിക്കുന്നതും ഭയപ്പെടുന്നതും ഒക്കെ. എനിക്ക് ഭയമില്ല എന്ന് പലരും പറഞ്ഞാലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ കയ്യും കാലും പറക്കും. എന്താപ്പത്, പോലീസോ, എന്നെ എന്തിനാ വിളിച്ചത്? എന്താ കാരണം അറിയോ? നമ്മൾ ചെറുപ്പത്തിൽ ചോറ് കഴിച്ചപ്പോഴേ, ഭക്ഷണം കഴിച്ചപ്പോഴേ എനിക്ക് മതി, എനിക്കിനി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞിട്ടുണ്ട്, പോലീസ് വരും, പോലീസ് വരും, ചോറ് ഫുള്ള് കഴിക്കണം, ഇല്ലെങ്കിൽ പോലീസ് വരും. ആ പോലീസ് ഇവിടെ ഉണ്ട്. ഇന്നത്തെ പോലീസ് അല്ല അന്നത്തെ പോലീസ്. അന്നത്തെ പോലീസ് വേറെ. ഇന്നത്തെ പോലെ ജനകീയ പോലീസ് ഒന്നും അന്നില്ലായിരുന്നു. ആ പോലീസ് ഇപ്പോഴും നമ്മളെ നിലയിലുണ്ട്. പക്ഷെ നാട്ടിൽ അങ്ങനെ ഒരു പോലീസിനെ കിട്ടാനില്ല, അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ നമ്മളെ ബ്രെയിനിൽ ആ സാധനം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സ് കാണുമ്പോഴേക്കും നമുക്ക് പേടി തന്നെയാണ്, സംശയമൊന്നുമില്ലേ? പിന്നെ ഇന്ന് അത് സംഭവിക്കണുണ്ടോ വെച്ചാൽ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മളത് കാണുന്നുണ്ട്, നമ്മൾ ആ ഫിലിം കാണുന്നുണ്ട്. കാണുമ്പോ നമുക്ക് എന്താ, ഉറപ്പിച്ചു, അല്ലേ? തുടരും എന്നുള്ള ഫിലിമൊക്കെ കണ്ട പോലീസുകാര് കണ്ടാൽ തന്നെ പേടിയാവും നമുക്ക്. കണ്ടാൽ തന്നെ പേടിയാവില്ലേ, ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളത് തോന്നിപ്പോലെ. അപ്പൊ അത് വെറും ഫിലിം മാത്രമാണ്, അല്ലാതെ യഥാർത്ഥ ജീവിതവുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോ ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. എങ്ങനെ ഒഴിവാക്കാം? അഫർമേഷനിലൂടെ, നമ്മളെ വിശ്വസിച്ച് ചെയ്യുന്നതിലൂടെ ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇന്ന് എനിക്ക് എന്ത് ചെയ്യാനാകും എന്ന് ചിന്തിച്ചാൽ നാളത്തെ ടെൻഷൻ നമുക്ക് ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം ഓർത്ത് നാളെയും ദുഃഖിക്കേണ്ടി വരും. ഇത് എന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ ആ വിധിയെ തിരുത്തി എഴുതാൻ ശ്രമിക്കണം. അങ്ങനെ സംഭവം ഉണ്ടാ? വിധി ഉണ്ടാ? വിധി ആരുണ്ടാക്കണ്ട? ദൈവമല്ല. ആരാ വിധി ഉണ്ടാക്കേണ്ടത്? ദൈവമാണോ? മുസ്തഫ സാർ, ആരാ വിധി? ഇത് നമ്മൾ തന്നെ തീരുമാനിക്കും. വിധി ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. എന്നിട്ട് ദൈവത്തിന് കുറ്റം. അപ്പോഴും നമ്മൾ മറ്റൊരാളെ കുറ്റം പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുസ്തഫ സാറ് മോശമായത് കൊണ്ടാണ് ഞാൻ ഇത്ര ആയത്, അല്ലെങ്കിൽ ഞാൻ എന്നോ മെച്ചപ്പെട്ടിരുന്നു, അല്ലേ? മുസ്തഫ സാറിന്റെ മോശമാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഞാൻ എന്നോ ഉഷാറായിരുന്നു. ഇതാണ് എന്റെ ചിന്ത. അല്ല, എന്റെ മോശം കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഭാഗം നമ്മളിൽ നിന്ന് മാറ്റിയെടുത്ത് പുതിയൊരു ജീവിതം തുടങ്ങണം. എങ്കിൽ മാത്രമേ നാളത്തെ ദുഃഖം നമുക്ക് സന്തോഷമായി മാറ്റാൻ സാധിക്കുള്ളൂ. ഇത് നമ്മുടെ വിധിയല്ല. ആ വിധിയെ നമുക്ക് തിരുത്തി എഴുതണം. ആരൊക്കെ തിരുത്തി എഴുതാൻ റെഡിയാണ്? ഈ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാക്കേണ്ട സാധനമൊന്നുമല്ല, അല്ലേ? അഫർമേഷൻ വെറുതെ ആണോ? അല്ല. അത് നമ്മളെ തന്നെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന ഒരു ശാസ്ത്രമാണ്. അങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും. നിങ്ങൾ എഴുതി നോക്കൂ. പക്ഷെ തെറ്റിപ്പോകരുത്. എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി നിൽക്കണം
എന്ന അഫർമേഷൻ എഴുതിയാൽ ഒരിക്കലും നിൽക്കൂല. എൻ്റെ രോഗങ്ങൾ സുഖപ്പെടണം എന്ന അഫർമേഷൻ ആരും എഴുതരുത്. എൻ്റെ കടം വീടണം, തെറ്റാണ്. പിന്നെയോ എനിക്ക് സമ്പാദിക്കണം എന്ന് എഴുതൂ, അപ്പൊ കടം വീടും. എനിക്ക് ആരോഗ്യം വേണം എന്ന് എഴുതൂ, അപ്പൊ രോഗങ്ങൾ സുഖപ്പെടും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ എഴുതി നമ്മുടെ വിധി മാറ്റി എഴുതാം. തലവര, തലയിൽ അങ്ങനെ ഒരു വര ഉണ്ടോ അറിയില്ല, എന്തായാലും ആ വര നമുക്ക് മാറ്റി എഴുതാം. തലവരാറിന്റെ ഒരു വര ഇല്ല മക്കളെ, വെറുതെ പറയണം. തലവര തലയിൽ ആരെങ്കിലും വരക്കും. മുട്ട അടിച്ചിട്ട് വേണമെങ്കിൽ വരക്കാം, തലക്കാം. മുടിയൊക്കെ ഒക്കെ അടിച്ചിട്ട് ഒരു കളർ പെന്നൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ വരക്കാം, ഇല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും. എങ്ങനെ? ഒരു കൂട്ടായ്മയിലൂടെയൊക്കെ അഫർമേഷൻ നൽകി ഒരു സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാൻ കഴിയില്ലെങ്കിൽ ഇതൊരു സുഹൃത്ത് ബന്ധമാണ്, ഇതിൽ നിങ്ങൾ വരിക എല്ലാ ദിവസവും. ഓക്കെ, അപ്പൊ അത് റെഡിയാവും. സുഹൃത്ത് ബന്ധം റെഡിയായി, അഫർമേഷൻ റെഡിയായി. നമുക്ക് ഇന്നത്തെ വിധി നാളെ മാറ്റി എഴുതണം. ഓക്കെ, ഇതെന്റെ വിധിയാണോ? ഇതെന്റെ വിധിയല്ല, ആ വിധിയെ ഞാൻ മാറ്റി എഴുതും. റെഡിയാണോ എല്ലാവരും? ഒന്ന് എസ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ നിർത്തിയേക്കാൻ പോണേ. പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ചാറ്റ് വരുന്നുണ്ട്. യെസ്. ആ ഓക്കെ, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ പോരട്ടാ, ചെയ്യണം. ഇന്ന് മുതല് സ്വിമ്മിങ് അറിയാത്തവര് തൊട്ടടുത്ത എവിടെങ്കിലും സ്വിമ്മിംഗ് പൂളോ അതല്ലെങ്കിൽ കുളങ്ങളോ പുഴകളൊക്കെ ശ്രദ്ധിക്കണം. അത് വേറെ കാര്യം, കൂടെ ഒരാൾ വേണം, സ്വിമ്മിങ് അറിയുന്ന ഒരാൾ വേണം. സ്വിമ്മിങ് അറിയാത്ത ആളുകൾ പോകുകയാണെങ്കിൽ കൂടെ സ്വിമ്മിങ് അറിയുന്ന ആളുകൾ വേണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സുരക്ഷാ വലയം, ഓക്കെ, അത് നമുക്ക് വേണം. അതേപോലെ രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയുള്ള ആളുകൾ ഒരാളെ കൂട്ടിയിട്ട് വേണം രാത്രി ഇറങ്ങാൻ. ആദ്യം ഇറങ്ങുമ്പോൾ കയ്യിലൊരു വടിയും കൈ പിടിച്ചോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വടി ഒഴിവാക്കാം, കുറച്ചുകൂടി ദിവസം കഴിയുമ്പോൾ കൂടെയുള്ള ആളെയും ഒഴിവാക്കാം. അതേപോലെ തന്നെ സ്വിമ്മിങ്ങിന് ആദ്യം പോകുമ്പോൾ 1-2 ആളുകളെ കൂട്ടിക്കോ. കുറച്ച് ദിവസം നിങ്ങൾ യാത്ര ചെയ്താൽ പിന്നെ കൂടെയുള്ള ആളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായി നീന്താൻ സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് ലഭിക്കുള്ളൂ. അതല്ല അത് മണിസാറിനെ കുറ്റം പറഞ്ഞിട്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും സ്വിമ്മിങ് പറ്റില്ല. മണിസാർ അന്ന് മണിസാർ എന്നോട് കുളത്തിലിറങ്ങണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ സ്വിമ്മിങ് പഠിച്ചിരുന്നു എന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ഇല്ലേ? അതുകൊണ്ട് എനിക്ക് സ്വിമ്മിങ് പഠിയില്ല, ഒരിക്കലും പഠിയില്ല. അന്ന് എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവര് വിലക്കിയത് കൊണ്ടാണ് എന്ന് ഇപ്പൊ പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരാളെ കൂട്ടി സ്വിമ്മിങ് പഠിക്കാൻ കഴിയോ എന്ന് ശ്രമിക്കണം. പേടിക്കാനുള്ള വിഷയമൊന്നുമല്ല, എന്നാല് ശ്രദ്ധിക്കണം, അല്ലേ? ഭയം വേണ്ട. ഇങ്ങനെയാണ് അതിന്റെ വാക്ക്, ഭയം വേണ്ട, കരുതൽ മതി എന്നാണ് കൊറോണന്റെ ഒരു മുദ്രാവാക്യം ഇല്ലേ? ജാഗ്രത മതി, ഇല്ല ഭയം വേണ്ട, ജാഗ്രത മതി, അതല്ല അതിനാ കൊറോണന്റെ മുദ്രാവാക്യം. അപ്പൊ അതേപോലെയുള്ള മുദ്രാവാക്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇന്നത്തെ എന്റെ സെക്കൻഡ് ഇവിടെ അവസാനിക്കുന്നു. കേട്ടിരുന്ന, ചാറ്റ് ചെയ്ത, അതുപോലെ തന്നെ മേഘമേം പോലുള്ള ആളുകൾ പ്രതികരിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, എന്താണ് ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്? സോ പെട്ടെന്ന് എല്ലാവരും ഒന്ന് സംസാരിക്കുക കേട്ടോ.
മുസ്തഫ സർ. ഗുഡ് മോർണിംഗ്. പ്രസാദ് സാറിൻ്റെ ഇന്നത്തെ ടോപ്പിക് നന്നായിട്ടുണ്ട്. കാരണം നമ്മുടെ പഴയ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ആ പഴയ ഇപ്പോഴും മനസ്സിൽ അതിങ്ങനെ പഴയ കൂടി ഉള്ളത് കാരണമാണ് നമ്മളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടാത്തതും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മുസ്തഫ സാർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ മേഘ. പിന്നെ സാറ് പറഞ്ഞു ഞാൻ ക്യാമറ ഓൺ ചെയ്യാത്തത് മോളുടെ കുഞ്ഞ് എൻ്റെ അടുത്താ. ഇതിപ്പോ അവൻ ലൈറ്റ് ഇട്ടാൽ ഉടനെ ഉണർന്ന് നിലവിളിക്കും. പിന്നെ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അവൾക്ക് PSC ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കുഞ്ഞെൻ്റെ അടുത്ത് കിടക്കുക. അതാ ഞാൻ ക്യാമറ ഓൺ ചെയ്യാത്ത, ഇരുട്ടായിട്ടിരിക്കുക. പിന്നെ പിന്നെ സാർ പറഞ്ഞത് പണ്ടുള്ളവർ പറയുന്നത് ആദ്യമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും പിന്നെ പിന്നെ നോക്കുമ്പോൾ അവർ പറഞ്ഞതിലെല്ലാം ഓരോ ഓരോ കാരണങ്ങളുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് നമുക്ക് ഒരുപാട് വിലക്കുകൾ പെൺകുട്ടിയൊക്കെ തന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ കുടുംബം നന്നാക്കി കൊണ്ടുവരാനുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും. അന്നത്തെ വിലക്കുകളും അവരുടെ അച്ചടക്കവും ഒക്കെ ആവണം നമ്മുടെ കുടുംബത്തിലെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താനും കുടുംബം കൊണ്ടുപോകാനും ഒക്കെ സാധിച്ചത്. ഞാനൊരു അമ്മയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ തന്ന വിലക്കുകളൊക്കെ വളരെ നല്ലതായിരുന്നു എന്ന്. കാരണം നമുക്ക് ഒരുപാട് നമ്മെ സൂക്ഷിക്കാനും നമുക്ക് സമൂഹത്തിൽ ഒരു പേരുദോഷമല്ല, നമുക്ക് സുരക്ഷിതരായിട്ട് ജീവിക്കാൻ അന്നത്തെ വിലക്കുകൾ ഒരുപാട് ഉപകരിച്ചു. ഞാൻ എൻ്റെ മോൾക്ക് അത്രയൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ അവളെ വിലക്കി. അതുകൊണ്ട് തന്നെ ഇന്ന് അവൾ നല്ലൊരു പൊസിഷനിലെത്തി നല്ലൊരു കുടുംബത്തോടെ പോകുന്നു. അതിലെനിക്കൊരു അഭിമാനമുണ്ട്. ഒരുപക്ഷെ എനിക്ക് പകർന്നു കിട്ടിയ മൂല്യങ്ങൾ തന്നെ ആവണം എൻ്റെ മക്കളെ നല്ല രീതിയിൽ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റിയത്. അതിനെ ഞാൻ എൻ്റെ കുഞ്ഞുമോനോടും കാണിക്കുന്നുണ്ട്. അത് നല്ലതാണ്. പിന്നെ ഇതിന്റെ ആഗ്രഹങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ വേറെ പലതും നമുക്ക് ഉണ്ടാവണം, നേടണമെന്ന് വരുമ്പോൾ നമ്മുടെ കുഞ്ഞിലെ ആഗ്രഹങ്ങൾ അടക്കി വെക്കാറുണ്ട്. അതുകൊണ്ട് രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ ഞാൻ ഇപ്പോഴും പറയില്ല രാത്രി ഇറങ്ങി നടക്കാൻ. കാരണം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. മോള് തന്നെ ഇത്തിരി ലേറ്റ് ആകുമ്പോൾ എന്റെ നെഞ്ചടിക്കുക. അവള് വണ്ടിയിലാണ് വരുന്നതും പോകുന്നതെങ്കിലും ഞാൻ നെഞ്ചടിപ്പോടെ കാത്തിരിക്കാറുണ്ട്. അയ്യോ, എന്റെ കൊച്ചു പോണ് വണ്ടി വഴിയിൽ വല്ല ഓഫായാൽ, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. അവള് ഒന്നും ഇല്ലെങ്കിലും എവിടെയൊക്കെയോ എനിക്കൊരു ഭയമുണ്ട്. പക്ഷെ എൻ്റെ അമ്മ എന്നെ അത്രയും സുരക്ഷിതമായതുകൊണ്ടാണ് ഞാൻ ഇന്നും സുരക്ഷിതത്തോടെ ജീവിച്ചു പോകുന്നത്. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മേഘ മാം. ദെൻ രണ്ടാളോടും പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ആരാണ് ആ രണ്ടാള്? വേഗം പറഞ്ഞോളൂ. ദിവ്യ മാം. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. കാരണം ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു സാറ് കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സാധാരണ കൂടുതൽ സാറ് റെസ്ട്രിക്ഷൻസ് നമ്മളെ ഈ പറഞ്ഞു പേടിപ്പിക്കുന്നത് കുട്ടികളായിരിക്കുമ്പോഴേ ഉള്ളതാണ്. നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ചെറുതിലേ പറയായിരുന്നു കോക്കാച്ചി വരും. പിന്നെ നമ്മളിങ്ങനെ പ്രേതം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. അപ്പൊ അത് പേടിച്ചിട്ട് ഇരുട്ടിനോട് പേടിയുണ്ട്. ഇപ്പോഴും ആ പേടിയുണ്ട്. നമുക്കറിയാം പ്രേതം ഇല്ലാന്ന്. പക്ഷെ പകല് മാത്രമേ ഞാനത് വിശ്വസിക്കുള്ളൂ. രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാവും. നമുക്ക് അന്ന് ആ മൈൻഡിൽ തന്നെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുമല്ലോ, ആ ഒരു സംഭവം അങ്ങനെ മൈൻഡിൽ കിടന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പേടിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്ത സാധനത്തിനെ നമ്മൾ പേടിക്കുന്ന ഒരു അവസ്ഥ. അത് പറഞ്ഞത് വേറൊന്നിനായിരിക്കില്ല. ചിലപ്പോൾ ഫുഡ് കഴിക്കാനോ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കട്ടെ, നമ്മൾ കളിക്കാനൊക്കെ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ വേഗം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷെ നമുക്കത് ഭയങ്കര റോങ് ആയിട്ടാണ് ലൈഫിൽ എഫക്ട് ചെയ്തത്. അത് തന്നെയായിരിക്കും ഇനിയിപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കും നമ്മൾ പേടിപ്പിക്കുമല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറയാം, അങ്ങനെ പറയരുത്. ആ ഒരു സംഭവം ഇല്ലാഞ്ഞിട്ടും നമ്മൾ പേടിച്ചാ നിൽക്കുന്നത്. പിന്നെ പ്രേത സിനിമകളൊക്കെ കാണുമ്പോൾ ഇരുട്ട് കാണുമ്പോൾ പേടിയാവും, ഒഴിഞ്ഞ റോഡുകൾ കാണുമ്പോൾ പേടിയാവും. നമ്മളിപ്പോൾ കുറെ സൈക്കോ കില്ലേഴ്സിന്റെ മൂവി ഞാൻ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് കാണുമായിരുന്നു. ഇപ്പൊ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ പേടിയാവും, ഇവൻ സൈക്കോ കില്ലർ ആണോ, ഒരു ഒഴിഞ്ഞ പാത കണ്ടു കഴിയുമ്പോൾ അയ്യോ ഇവിടുന്ന് ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ടു പോവോ, അങ്ങനത്തെയൊക്കെ ഒരു
അനാവശ്യമായിട്ടുള്ള പേടികൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പൊ അതൊന്നും ആവശ്യമില്ല. നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യണം എന്നുള്ള നല്ലൊരു ഇൻഫർമേഷൻ സാറിന്റെ ക്ലാസ്സിലൂടെ ഇന്ന് കിട്ടി. താങ്ക് യു സർ. താങ്ക് യു. വേറെ ഓക്കെ, ഒരാളും കൂടെ ഒന്ന് ഓക്കെ ബഷീർ sir. പേടി അത്യാവശ്യം നല്ലതാണ്. നമ്മൾ പ്രിക്കോഷൻ എടുക്കാൻ പറഞ്ഞ മതി, ധൈര്യത്തോടെ പേടിക്കുക. പേടിക്കുമ്പോൾ ധൈര്യത്തോടു കൂടി പേടിക്കാം. അത് നല്ലത്. അത്യാവശ്യം ഒരു ചെറിയൊരു പേടി, ഭയം നമുക്കപ്പം നമുക്കൊരു മുൻകരുതൽ എടുക്കാൻ പറ്റും. അത് അത് നമ്മളെ കീഴടക്കാൻ പാടില്ല. പേടി, ജാഗ്രത, ജാഗ്രത. അതെ, മറ്റേ ജാഗ്രതയാണ് വേണ്ടത്. നമ്മളെ കൊറോണ മുദ്രാവാക്യം ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്. അപ്പം ഭയം ഉണ്ടായാലേ ജാഗ്രത വരുള്ളൂ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ ഗോപിക വൈൻഡപ്പ് ചെയ്തോളാം, ടൈം ആയിട്ടുണ്ട്. ഓക്കെ, ഒരു നമുക്ക് പുതിയൊരു ജോയിൻ ഉണ്ടായിരുന്നു, വിപുല മാം. ആ, വിപുല മാം, വിധു ബാല അല്ല, പുതിയ ആളെ കണ്ടിട്ടുണ്ട് ജിലിന്. ഒരു പാട്ടുകാരിയാണോ? ആ പാട്ടുകാരന്റെ പേരുണ്ടല്ലോ, വിധു ബാല. അല്ലല്ലോ. ഓക്കെ, മാമിന് ഓഡിയബിൾ ആണോ എന്താ? നല്ല ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ്. ആ, പറഞ്ഞു. നല്ല ക്ലാസ് തന്നെയാണ് സാർ. ഒരു പഴയ നഷ്ടബോധമൊന്നും ഇല്ലാണ്ട് ഒരു പുതിയ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളെ പേടി, ഭയം, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നുള്ളതൊക്കെ പഴയ കാലത്ത് നമ്മൾ ചെറുപ്പത്തിലേ നമ്മളിലേക്ക് അടിച്ചു കയറ്റിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആകാനും അതിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ പുറത്തു വരാനും പറ്റുന്ന ഒരു നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് ഉണ്ടായത്. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചത് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് സമയം വൈകിട്ടില്ല എന്നും കൂടി സാർ പറഞ്ഞു തന്നുണ്ട്. അപ്പോൾ ഇത്തരം നല്ല ക്ലാസ്സുകൾ നൽകിയതിന് വളരെ താങ്ക്സ് ഉണ്ട് സാർ. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു മണി സർ. അപ്പോ നമുക്ക് അതിന്റെ പേയല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ ലീവ് ചെയ്തോളൂ എല്ലാവരും. താങ്ക് യു. താങ്ക് യു ഓൾ. Thank you sir. Thank you, sir. Thank you, Rasaq sir. Thank you, sir. Thank you all. താങ്ക് യു. Thank you, sir. Thank you. Thank you.